ഹായ് മച്ചവരെ, അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് അടിപൊളി നല്ല കാടമുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാടമുട്ട വെച്ച് നല്ലൊരു അടിപൊളി ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ മുട്ട വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനത്തെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി തിരപ്പിച്ച് സെറ്റാക്കാം. ആ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം റെഡിയായി. നമ്മൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട നമ്മളത് അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ആ മസാല കൂട്ടെല്ലാം നമ്മുടെ ആ കാടമുട്ടയുടെ സൈഡിലെല്ലാം കറക്റ്റായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിക്കകത്ത് വേറെ മസാല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാ മുട്ടയിൽ തന്നെ അത് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്രയും കുറച്ചായിട്ട് ഉണ്ടാക്കിയാൽ പറ്റത്തില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാടമുട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാടമുട്ട കൂടുതൽ എടുത്തതിന് ശേഷം വേണം ചെയ്യാൻ. കാര്യം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ കപ്പലിൻ്റെയൊക്കെ കഴിക്കുന്നത് പോലെ നമ്മൾ ഈ ഐറ്റം കഴിക്കും. അങ്ങനെ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഒരു കുഞ്ഞ് ഇലയിലേക്ക് നമ്മുടെ ഐറ്റത്തെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നിങ്ങൾ വീഡിയോയിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കുഞ്ഞ് നെല്ലിക്കയൊക്കെ വെച്ചിരിക്കുന്ന അതേ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ മച്ചന്മാരെ, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ ഒരു ഈർക്കിൽ കൊണ്ട് ഇങ്ങനെ കുത്തിയത് യവനാണ് കാടമുട്ട ലോലിപോപ്പ്. അപ്പോൾ അടിപൊളിയാണ്. നമ്മളെ ബട്ടറൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിക്കാം. അത് സൂപ്പർ ഐറ്റം. ബട്ടറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടറിൻ്റെ ഒക്കെ ആ ഒരു ഇതുണ്ട്. അപ്പോൾ മച്ചാൻ വരെ വീഡിയോകൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. അതുവരെ ബൈ.